ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് നല്ല സന്തോഷമുള്ള ഒരു വിഷയം സംസാരിക്കാം. ഒരു ജോലിയെക്കുറിച്ചാണ്. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷവും അവരുടെ ഇതിലെല്ലാവരും പ്രായമുള്ളവരാണ് അധികവും. വീടുകളിലൊക്കെ ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞവരെ, ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കഴിഞ്ഞവരെ, മക്കളൊക്കെ ആണെങ്കിലും നോക്കാൻ പറ്റാത്ത അവസരങ്ങളിലും മക്കളെ ആശ്രയിച്ച് അതിൽ കൂടുതൽ അസുഖങ്ങളായിട്ട് കഴിഞ്ഞവരൊക്കെയാണ് ഇതിൽ അധികവും പോകുന്നത്. അവർക്കൊക്കെ വന്നിരിക്കുന്ന നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാതെ ചിലപ്പം എനിക്കിത് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന എൻ്റെ കൂടെ ഒരു ഇന്ദിരയുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരയും ഞാനും മാത്രമായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സമയത്തും പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. ആ സമയത്തൊക്കെ ഞാനും ഇന്ദിരയും മാത്രമായിട്ട്. ഇന്ദിരയ്ക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഉണ്ടായതിന് ശേഷം ഹസ്ബൻഡ് വിട്ടുപോയതാണ്. അപ്പം ഇന്ദിര ഒരുപാട് വിഷമങ്ങളിൽ കൂടായിരുന്നു. ഞാനതിനെയൊക്കെ ഒരുപാട് മാറ്റിയെടുക്കാൻ എൻ്റെ കൂടെ നിർത്തിയിട്ടൊന്നും മാറിയില്ല. പക്ഷേ ഇതിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഇന്ദിരയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതാണ് ഞാനിപ്പോൾ മെയിനായിട്ടും പറയാൻ, എല്ലാവരെയും പൊതുവായിട്ട് പറയുന്നതിൽ കൂടുതൽ എനിക്ക് ഇന്ദിര അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലും പറയുന്നത്. അപ്പം അങ്ങനെ ആയപ്പം രാവിലെ ജോലിക്ക് പോവുക, സ്കൂളിൽ പോകുന്ന പോലെ തന്നെ പൊതിയൊക്കെ കെട്ടി ബാഗും ഒക്കെ ആയിട്ട് 9 മണിക്ക് സമയം ഏകദേശം അതേപോലെയൊക്കെയാണ് പോയി. പക്ഷേ ഇവർക്കൊക്കെ വരുന്നത്, ഇവർക്ക് ഒരുപാട് സമയം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണല്ലോ, ഒരുപാട് സമയം ഇവരെ എല്ലാം പ്രായമുള്ളവരായതുകൊണ്ട് അത്ര ജോലി ചെയ്യാൻ അവരെ അതിൻ്റെ അകത്ത് ഉള്ളതാണ്. ഒത്തിരി സമയം കഷ്ടപ്പെടുത്തത്തില്ല. അപ്പം അങ്ങനെ ആകുന്ന ഉടനെ ഭയങ്കര ഇതിൽ പല വീടുകളിൽ നിന്നും പല ആളുകളുമാണല്ലോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇവരെല്ലാം പല സ്വഭാവക്കാരും, വഴക്കുണ്ടാക്കുന്നവരുണ്ട്, സമാധാനമായിട്ട് സംസാരിക്കുന്നവരെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളവരെല്ലാവരും കൂടിയാണ് ഇതിൽ ജോലി കഴിയുമ്പോൾ വീട്ടിലൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷത്തിന്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇന്ദിരയ്ക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇവരിലുള്ള അസുഖങ്ങൾ മാറി. കാര്യം ഇവർക്ക് ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് കിട്ടുന്ന ആ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് കൈ നിറച്ച് പൈസ ആ മാസമൊക്കെ ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടാതെയും മക്കളെ പിന്നെ അസുഖങ്ങളായിട്ടിരുന്ന് ഇതെല്ലാം മാറിയിട്ട് ഇവർ സന്തോഷമുള്ളവരായിട്ടാണ് നമ്മൾ പിന്നെ അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. കാര്യം ഇത്രയും ജനങ്ങളെ ഭയങ്കര മാനസിക സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത് വളരെ നല്ല കാര്യം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, മക്കൾക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു ഇത്, ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അവരെ ആവശ്യമാണ്. അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് ഇവരുടെ അടുത്ത് കൈനീട്ടി വാങ്ങിക്കാനുള്ള ഒരവസരം കൂടെ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചു. അത് വളരെ ഒരു നല്ല ഒരു കാര്യമായിട്ട് എപ്പോഴും ഞാൻ അതിനെ കാണുന്നുണ്ട്. ഞാനിപ്പം ഇന്ദിരയെ വെച്ച് തന്നെയാണ് ഞാനിത് കാണുന്നത്. വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങ് സന്തോഷം കൊണ്ട് ഇന്ദിര പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ, കാര്യം അവിടെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വന്ന അമ്മമാരോട് കാര്യങ്ങൾ പറയുന്നത് പോലെ നമ്മളോട് വാദോരാതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇതിൻ്റെ ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് അസുഖങ്ങളെ നാളെ അസുഖമാണെന്ന് പറഞ്ഞിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നാളെ രാവിലെ പോകണം ജോലിക്ക് പോകാൻ ഇവർക്ക് സന്തോഷമാണ്. സ്കൂളിൽ പോകുന്ന പോലെ അതേ ഒരു ഫീലിങ്ങിലാണ് പോകുന്നത്. കുറച്ച് സമയമൊക്കെ ജോലി ചെയ്താൽ മതി, എല്ലാവരും കൂടെ ഷെയർ ചേർന്ന് ഒക്കെ. ഇപ്പം പ്രായമുള്ള വയ്യാത്തവർക്ക് മറ്റുള്ളവരുടെ കൂടി ചേർന്ന് ഒക്കെ ജോലി ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്
പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലെല്ലാം ഇപ്പം നടക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പം എൻ്റെ പറമ്പുകളിലും ഒക്കെ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇന്ന് പറഞ്ഞ് അറിയാൻ വയ്യാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. ഇവരുടെ രോഗങ്ങൾ മാറി, അവർക്ക് കൈ നിറച്ച് പൈസയായി, മാനസിക ഉല്ലാസം ഇതെല്ലാം അവരിൽ കിട്ടി. അതാണ് പ്രായമുള്ളവർക്ക് ഇപ്പം ഭയങ്കര ഒരു നന്മ. ഇതിൻ്റെ അകത്ത് പ്രായപരിധിയില്ല, ആകുന്നത് വരെ ജോലി ചെയ്യാം. പ്രായപരിധി ഇല്ലെന്നാണ് ഞാൻ ഇതിൻ്റെ ആളുകളിലെയൊക്കെ തിരക്കിയപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്ര ജോലി ചെയ്യാൻ പറ്റുമോ അത്രയും സമയം അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു നല്ല കാര്യം നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കൊണ്ടുവന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയോടുകൂടി. ഓക്കെ, ഞാനിത് പറഞ്ഞു. ഓക്കെ.